ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ന്യൂ ഇയർ സെലിബ്രേഷന് അതായത് ഡിസംബർ 31 വൈകുന്നേരം ഒരു ടൈം ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല, ഒരു 4 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 8 മണി വരെ, അതായത് ജനുവരി 1 രാവിലെ 8 മണി വരെ എല്ലാ ട്രാൻസ്പോർട്ടേഷനും ഫ്രീ ആണ് കേട്ടോ ഇവിടെ. അതായത് ഗോ ട്രെയിൻ അതുപോലെ തന്നെ ബസ്സുകൾ എല്ലാം ഇവിടെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിസംബർ 31 വൈകുന്നേരം ന്യൂ ഇയർ സെലിബ്രേഷന് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പാണിത്. അപ്പോൾ ഈ ട്രാൻസിറ്റ് ടെർമിനലിൽ തന്നെയാണ് ഗോ ട്രെയിൻസും വരുന്നത്. അപ്പോൾ ട്രെയിൻ അവിടെ നിർത്തിയിട്ടുണ്ട്. ന്യൂ ഇയറിൻ്റെ ഒരു സെലിബ്രേഷൻ ഈവ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടുതൽ ട്രെയിൻ നിർത്തിയിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ വേഗം ട്രെയിനിൽ കയറി. നമ്മൾ കയറി ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ വേഗം ട്രെയിൻ എടുത്തു കേട്ടോ. ഇപ്പം കാനഡയിൽ വന്നതിന് ശേഷം എൻ്റെ ഒരു ഫസ്റ്റ് ട്രെയിൻ ജേർണിയാണ്. നമ്മൾ സാധാരണയായിട്ട് പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കാറോ അല്ലെങ്കിൽ ബസ്സോ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യാറ്. അപ്പോൾ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടൊറൻറ്റോ എത്തിയിട്ടോ. നമ്മൾ റിസൈഡ് ചെയ്യുന്ന ലൊക്കേഷനിൽ നിന്ന് പെട്ടെന്ന് തന്നെ ടൊറൻറ്റോ എത്തി. നമ്മൾ ബസ്സിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മെല്ലെ ഹാർബർ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. അതായത് ശരിക്കും ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഹാർബർ ഫ്രണ്ടിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഇങ്ങനത്തെ സ്ട്രീറ്റ് കാർസ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ ബസ്സസ് ഉണ്ട്. അതായത് ഈ ബസ്സസ് ട്രെയിൻ ട്രാക്കിൽ കൂടെ പോവും, അങ്ങനെ അതായത് റോഡിൽ കൂടെ പോകുന്ന ട്രെയിനുകൾക്കാണ് ഇവിടെ സ്ട്രീറ്റ് കാർസ് എന്നോ അങ്ങനെ എന്തോ പറയും, എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. നമ്മൾ തിരിച്ച് ഗോ സ്റ്റേഷനിലേക്ക് പോയത് ഇതിൽ തന്നെയാണ് കേട്ടോ, ഈ ബസ്സുകളിലാണ്. നല്ല തിരക്കായിരുന്നു തിരിച്ചു പോണ സമയത്ത്. സോ നമ്മളങ്ങനെ ഹാർബർ ഫ്രണ്ടിൻ്റെ ആ ഫയർ വർക്കൊക്കെ നടക്കുന്ന അവിടെ എത്തിയിട്ട് അവിടെ ഇങ്ങനെ നല്ല ഡെക്കറേഷനുകളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുണ്ട് ഇതുപോലെ ട്രെയിനുകളിൽ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ജസ്റ്റ് ട്രാവലിങ്ങും അങ്ങനെയൊക്കെ വിൻ്റർ ഫെസ്റ്റ് പോലെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ അങ്ങനെ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് പല പല ഫുഡ് ഐറ്റംസ് ഒക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കൊറിയൻ, ഇന്ത്യൻ, ജാപ്പനീസ് അതുപോലെ ചൈനീസ് അങ്ങനെ കുറേ സംഗതികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ലൈറ്റ്നിങ് വർക്ക്സിൻ്റെയും അതുപോലെ തന്നെ ഈ ടവറിൻ്റെയൊക്കെ ഇടയിൽ നിന്നിട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ടോയ്സ് ഒക്കെ കണ്ടോ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ലൈറ്റ്നിങ് ടോയ്സ് ഒക്കെ. അപ്പോൾ മോനത് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. നമ്മൾ വാങ്ങിയൊന്നുമില്ല. പിന്നെ നമ്മൾ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു അവിടെ നിന്നിട്ട്. ഇതിപ്പം ധാരാളം ഇങ്ങനെ ലൈറ്റ്നിങ് വെച്ചിട്ട് വിൻ്റർ ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് അവിടെ ഒരു ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഡെക്കർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ടവറിൻ്റെ മേളിൽ എന്തോ റെസ്റ്റോറൻറ്റ് പോലെ എന്തോ ഒരു ഇതാണെന്നാണ് കേട്ടോ ഞാൻ കേട്ടത്. പിന്നെ അതിൻ്റെ മേളിലൊക്കെ നിന്നിട്ട് ഫയർ വർക്കൊക്കെ കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും എന്നൊക്കെ കേൾക്കുന്നു. പക്ഷെ ഇവിടെ ഭയങ്കര ചാർജായിരിക്കും അതിന്. പിന്നെ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സ്പോർട്ടാണ് കേട്ടോ. അതായത് ഐസ് സ്കേറ്റിംഗ്. കുട്ടികൾക്കൊക്കെ ചെറിയ പ്രായം മുതലേ ഇവിടെ ട്രെയിനിങ് ഒക്കെ കൊടുക്കും. അപ്പോൾ ഈ ഐസ് സ്കേറ്റിംഗ് ചെയ്യാനായിട്ട് അവരൊരു ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ DJ മ്യൂസിക് ഒക്കെ ആയിട്ട്. ഞാൻ ഓൾറെഡി നമ്മുടെ ഷോർട്സിൽ ഇതിൻ്റെ കുറച്ച് ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്, കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികളത് ട്രെയിൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് കുട്ടികൾക്ക് അതിൽ കളിക്കാം കേട്ടോ. അപ്പോൾ മോനിത് ഇങ്ങനെ പറയുമായിരുന്നു, എനിക്ക് ഐസ് സ്കേറ്റിംഗ് ചെയ്യണം എന്നിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നത് ട്രെയിനിങ് വേണം, എന്നാലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. പെട്ടെന്ന് സ്ലിപ്പാവും കേട്ടോ, ഈ ഐസിൽ പെട്ടെന്ന് സ്ലിപ്പാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അവിടെ കുറേ ഫുഡ് ട്രക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അഫ്ഗാനിസ്ഥാനി ഫുഡ് അവൈലബിൾ ആയിട്ടുള്ള അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ഫുഡ് ട്രക്സ് അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ സ്റ്റാൾസ് അവൈലബിൾ ആയിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് കണ്ട ഒരു എൻട്രൻസിൽ നിന്ന് കണ്ട ഒരു ട്രെയിൻ ഉണ്ടല്ലോ കുട്ടികളുടെ, അതൊക്കെ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. നമ്മളൊരു ചിക്കൻ റാപ്പ് വാങ്ങിച്ചു. എനിക്കിതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള പേരറിയില്ല. നമ്മൾ ഈ ഒരു അഫ്ഗാൻ ഒരു സ്റ്റാളിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ. അപ്പം എന്തൊക്കെയോ ഹലാൽ സംതിങ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം $10 അതിൽ കുറവാണ്. അത്യാവശ്യം നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അതോടെ തന്നെ നമുക്ക് അത്യാവശ്യം സാറ്റിസ്ഫൈങ് ആയിരുന്നു കേട്ടോ റാപ്പ്. പിന്നെ കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ ഫുൾ ലൈറ്റ്നിങ് ആണ് കേട്ടോ. ഫുൾ ഈ ഒരു ഇത് വെച്ചിട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന റാപ്പും ഇതൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ ലൈറ്റ്നിങ്ങിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് പോയി. അവിടെ വന്നിട്ട് ഇങ്ങനെ കുറേ സ്റ്റാളുകൾ ഓപ്പൺ ആയിരുന്നു. എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാലില്ലേ, ഇവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഈ സ്റ്റാളുകളിൽ ട്രയൽ കൊടുക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ചായ, ഇന്ത്യൻ ടീ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ നിന്ന് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഈ എന്താ പറയുക ഈ റെസിപ്പീസൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തു, ഇന്ത്യൻ റെസിപ്പീസൊക്കെ.
ഇത് വന്നിട്ട് എന്തോ ഒരു തരം സൂപ്പാണ് കേട്ടോ, ബ്രൊക്കോലി ചിക്കൻ സൂപ്പ്. ഇത് എനിക്ക് തോന്നുന്നത് ജാപ്പനീസ് റെസിപ്പിയാണെന്ന് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് ജാപ്പനീസ് റെസിപ്പീസ് എന്ന് പറയുമ്പോൾ ഫുള്ളി ഇങ്ങനെ ഇങ്ങനെ പുഴു അങ്ങനത്തെ സംഗതികളൊക്കെ ആയിരിക്കുന്നു വിചാരിച്ചേട്ടോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നോർമൽ റെസിപ്പീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തോ തരം ഒരു സൂപ്പാണ്. ജസ്റ്റ് ഒരു ട്രയൽ നമ്മൾ വാങ്ങിച്ചു എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിരുന്നു കേട്ടോ. ചിക്കൻ, ബ്രൊക്കോലി അങ്ങനെ 2-3 ടൈപ്പ് നമ്മൾ വാങ്ങിച്ചിരുന്നു. സായിക്ക് ബ്രൊക്കോലി സൂപ്പ് ഇഷ്ടപ്പെട്ടില്ല, ചിക്കൻ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊരു കൊറിയൻ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ഷോപ്പാണ്. അതിലും എന്തൊക്കെയോ അങ്ങനെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഫിഷോ അങ്ങനെ എന്തൊക്കെയോ കുറേ ഐറ്റംസ് നമ്മുടെ $7 എഴുതിയിട്ട് കണ്ടോ, എന്തോ സെയിലിന് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ആപ്പം പോലത്തെ എന്തോ ഒരു സംഗതിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഫ്ലേവർ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ബ്രെഡ് സ്റ്റോറി എന്നുള്ള ഇതൊരു ഇന്ത്യൻ സ്റ്റോറാണ് കേട്ടോ. ഇതിൽ വന്നിട്ട് ഇങ്ങനെ ഇന്ത്യൻ റെസിപ്പീസ്, അതായത് ഈ വട പാവ്, അതുപോലെ തന്നെ ചായ, അതൊക്കെ ജസ്റ്റ് ട്രയലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് ചെറിയൊരു കപ്പിൽ എല്ലാവർക്കും ചെറിയൊരു ടീ ഒക്കെ തന്നു. നമ്മൾ ഈ ഹാർബർ ഫ്രണ്ട് ഈ ഒരു ബീച്ചിൻ്റെ അവിടേക്ക് മെല്ലെ നടന്നു കേട്ടോ. ഇവിടെയൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു നല്ല തണുപ്പാണ്, -5 മേളിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ആ സ്റ്റാളുകളുടെയൊക്കെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വന്നു കേട്ടോ. ഈ ബീച്ച് സൈഡിലേക്ക് നടന്നു വന്നു, ഈ ഫയർ വർക്കൊക്കെ നടക്കുന്ന ആ ഒരു ടൈമിൽ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വന്നതുകൊണ്ട് ഇതൊക്കെ നടന്ന് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി നമുക്ക്. പിന്നെ നമ്മൾ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് ഈ ഒരു സ്ഥലത്ത് കുറച്ച് നേരം അവിടെ നിന്നിട്ട്, അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ബാക്കിൽ ഇങ്ങനെ വിറകൊക്കെ ഇട്ട് കത്തിച്ചിട്ട് എന്തോ ഒരു പ്രത്യേക തരം ഫുഡ് സ്റ്റോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ചൂടിൽ നമുക്ക് അധികം തണുപ്പ് അടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കുറച്ചും കൂടെ വീഡിയോസൊക്കെ എടുത്ത് ലൈറ്റ്നിങ്ങിൻ്റെ ആ ഒരു ഇതും നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. ഫയർ വർക്ക്സ് ഒക്കെ നടക്കുന്ന ഒരു ഇത് കൊണ്ടിട്ട് തന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെക്കിങ്ങും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ട ഈ പോലീസ് ഈ ഒരു ഇതിൽ ചെക്കിങ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഫയർ വർക്ക് നടക്കാൻ പോവുകയാണല്ലോ, അതിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ മോന് ശരിക്കും തണുക്കുന്നുണ്ട് ആൾ, പക്ഷെ അവൻ ആ ഒരു എന്താ പറയുക സെലിബ്രേഷൻ മൂഡിലാണ് ആൾ. അപ്പം കുറേ ഷിപ്സും അതൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ടവറിൻ്റെ ഒരു ലൊക്കേഷനും ഈ ഒരു സ്റ്റേഡിയത്തിൽ നിന്നിട്ടാണ് നമുക്കിത് ഈ ഫയർ വർക്ക്സ് ക്ലിയർ ആയിട്ട് വ്യൂ ആവുന്നുണ്ടായിരുന്നത്. അപ്പം ഇവിടെ 12 മണിക്ക് മുമ്പ് തന്നെ ആൾക്കാർ സ്ഥലം പിടിക്കാനായിട്ട് അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. എന്നുവെച്ചാൽ ഈ തണുപ്പിൽ നിന്നും, അതുപോലെ തന്നെ തണുപ്പ് മാത്രമല്ല ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കാണിച്ച ട്രെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആയിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ സായി ഇങ്ങനെ പറയണ്ടേ നമുക്ക് പോയാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ കുറച്ച് നേരം ഫയർ വർക്കിൻ്റെ ആ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ശരിക്കും എനിക്ക് ഫ്രീ ആണ്, അതായത് ബസ്സും ട്രെയിനുകളും ഒക്കെ ഫ്രീ ആണെന്ന് പറഞ്ഞപ്പം നല്ലൊരു എന്താ പറയുക, നല്ലൊരു സിസ്റ്റമായിട്ട് തോന്നിയിട്ടാണ്. യൂഷ്വലി ആ ഒരു മൂവ്മെൻ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു ലൊക്കേഷനിലേക്ക് ജനങ്ങളെ അത്രയും കൊണ്ടുവരാനുള്ള ആ ഒരു മൂവ്മെൻ്റ് ആയിരിക്കാം. എന്താണെന്ന് എനിക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. ശരിക്കും US-ലും ഇങ്ങനെ തന്നെയാണെന്നാണ് കേട്ടോ ഏട്ടൻ പറയുന്നത്. പിന്നെ നമ്മൾ വെള്ളം വാങ്ങാന്നുള്ള ഒരു ഇതിൽ ജസ്റ്റ് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞിരുന്നു ആ സമയത്തിന്. അപ്പം നമ്മളൊരു ചെറിയ ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ ജസ്റ്റ് വെള്ളത്തിന് മാത്രം വില ചോദിച്ചപ്പോൾ ഇല്ലേ $5 അങ്ങനെ എത്രയോ പറഞ്ഞു, പ്ലസ് ടാക്സും. അപ്പം നമ്മൾ വെള്ളം വേണ്ടാന്ന് പറഞ്ഞിട്ട് കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് മാത്രം വാങ്ങിച്ചിട്ട് ഈ ഫയർ വർക്ക് നടക്കുന്ന ഒരു ലൊക്കേഷനിലേക്ക് മെല്ലെ നടക്കുകയാണ് കേട്ടോ. ഓൾറെഡി അവിടെ ആൾക്കാർ ഒക്യുപ്പൈഡ് ആയി കഴിഞ്ഞു, അതായത് ഈ ഫയർ വർക്ക് കാണാനായിട്ട് സ്ഥലം പിടിക്കുകയാണ് കേട്ടോ ആൾക്കാർ. അപ്പം മഴ നന്നായിട്ട് ഡ്രിസിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുടയൊക്കെ പിടിച്ചിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു ഓഡിറ്റോറിയം പോലെ ഒരു ഇതുണ്ടായിരുന്നു, ഓപ്പൺ ഓഡിറ്റോറിയം പോലെ. അപ്പം നമ്മൾ അതിൽ നിന്നതുകൊണ്ട് നമുക്ക് മഴയിൽ നിന്ന് ഇതായിരുന്നു, പക്ഷെ തണുപ്പുണ്ടായിരുന്നു. കറക്റ്റ് 12 മണിയായപ്പോഴത്തേക്കും ഫയർ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇത് ഏകദേശം ഒരു 12:20 12:25 വരയ്ക്കും നിന്നിങ്ങനെ ഫയർ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. 2 സൈഡിൽ നിന്നും, ആ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും നല്ല ഭംഗിയായിട്ടുള്ള ഫയർ വർക്കായിരുന്നു കേട്ടോ. എന്തായാലും നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ വേറെ കുറേ സ്ഥലങ്ങളിൽ, കാനഡയുടെ കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ ഫയർ വർക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ബ്രാംപ്ടൺ ആണ് നമ്മൾ റിസൈഡ് ചെയ്യുന്നത്. അതിൻ്റെ സൈഡിൽ മിസിസോഗ അവിടെയൊക്കെ ഒരു സ്ക്വയർ ഒരു ടവറിലൊക്കെ ഇതുപോലെ തന്നെ ഫയർ വർക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടു. ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ, നല്ല തിരക്കായിരുന്നു തിരിച്ചു പോകുമ്പോഴത്തേക്കും.
അപ്പോൾ ഇതുപോലെ സ്ട്രീറ്റ് കാർസൊക്കെ ധാരാളം വന്ന് പോകുന്നുണ്ട്. അതൊക്കെ ഫുൾ ലോഡഡ് ആണ് കേട്ടോ, നിർത്താതെ പോവുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ ഗോ സ്റ്റേഷൻ വരയ്ക്കും നമ്മൾ മെല്ലെ നടന്നിട്ട് പിന്നെ എങ്ങനെയോ നമുക്ക് സ്ട്രീറ്റ് കാർ കിട്ടി, നമ്മൾ സ്റ്റേഷനിലെത്തി. ട്രെയിൻ കറക്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ വന്നത് ഒരു 5 മിനിറ്റിൽ തന്നെ ട്രെയിൻ വന്നു. പിന്നെ നമ്മൾ മെല്ലെ ട്രെയിനിലൊക്കെ കയറി. സായി ഭയങ്കര ടയേർഡായിട്ട്, ഇതിപ്പോൾ ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ടാവും സമയം കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു ആൾക്ക്. നമ്മുടെ സ്റ്റേഷൻ എത്തിയപ്പോഴത്തേക്കും ആൾ ഉറങ്ങി. പിന്നെ നമ്മൾ മെല്ലെ വിളിച്ചൊക്കെ എണീപ്പിച്ചിട്ട് പയ്യെ വീട്ടിലേക്ക് പോയി. പിന്നെ സസ്പെൻസ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നാളെ മോൻ്റെ ബർത്ത്ഡേ ആണ്, ജനുവരി 1. അപ്പം നമ്മളൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ട്രിപ്പ് എങ്ങോട്ടാന്ന് വെച്ചാൽ, നമ്മൾ കാനഡ വന്നിട്ട് ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ. അതായത് ഒരു മുരുകൻ്റെ അമ്പലമാണ്, സ്കാർബറോയിലുള്ള ഒരു മുരുകൻ്റെ അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ റിസൈഡ് ചെയ്യുന്ന ലൊക്കേഷനിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് സ്കാർബർ. അപ്പം ടെമ്പിൾ വ്ളോഗും അതുപോലെ തന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ വ്ളോഗൊക്കെ ഞാൻ നമ്മുടെ അപ്കമിങ് വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യാം. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.